സുഹൃത്തെന്ന് നടിക്കുന്ന ചെന്നായ സനൽകുമാറിന് മറുപടിയുമായി വിനോദ് കോവൂർ. കലാഭവൻ നവാസിന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി വിനോദ് പങ്കുവച്ച കുറിപ്പ് ചർച്ചയായിരുന്നു. ഈ സമയത്ത് വിനോദിനെ വിമർശിച്ച് സനൽകുമാർ രംഗത്തെത്തിയിരുന്നു. സുഹൃത്തെന്ന് നടിക്കുന്ന ചെന്നായ എന്നായിരുന്നു വിനോദിനെ സനൽകുമാർ വിളിച്ചത്. ഇയാൾ ആ സെറ്റിൽ നവാസിനോടൊപ്പം ഉണ്ടായിരുന്ന ആളല്ല എന്നാണ് മനസ്സിലാവുന്നത്. എന്തിനാണ് ഇയാൾ ഇങ്ങനെ സെറ്റിൽ വെച്ച് നെഞ്ചുവേദന ഉണ്ടായി എന്നും ഡോക്ടറെ വിളിച്ച് സംസാരിച്ചെന്നും പറഞ്ഞു കേട്ടതാണോ നേരിട്ടുള്ള അറിവാണോ എന്ന് സംശയമുണ്ടാക്കുന്ന രീതിയിൽ എഴുതിയത്. അത് ഇയാളുടെ നേരിട്ടുള്ള അറിവാണ് എന്ന മട്ടിൽ വാർത്തകൾ പെട്ടെന്ന് തന്നെ സൃഷ്ടിക്കപ്പെട്ടത് എന്തിന് എന്നായിരുന്നു സനൽകുമാർ ചോദിച്ചത്. ഇതിന് മറുപടിയുമായി വിനോദ് കോവൂർ രംഗത്തെത്തി. വിനോദ് തനിക്ക് അയച്ച ശബ്ദ സന്ദേശം പങ്കുവെച്ചത് സനൽകുമാർ തന്നെയാണ്. സനൽജി, ഞാൻ വിനോദ് കോവൂരാണ്. നിങ്ങളുടെ ഫേസ്ബുക്കിൽ എൻ്റെ പോസ്റ്റിനെ കുറിച്ചൊരു പ്രതികരണം കണ്ടു. അതിലൊരു വ്യക്തത വരുത്താനാണ് വിളിച്ചത്. ഞാൻ ആ സെറ്റിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ നവാസ് മരിച്ച ദിവസം മോർച്ചറിയിൽ 3-4 മണിക്കൂർ ഞാനും നവാസിന്റെ അടുത്ത സുഹൃത്തുക്കളുമൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് നവാസിന്റെ കുടുംബ സുഹൃത്തും കളിക്കൂട്ടുകാരനുമായ നൌഷാദ് ഇക്കാര്യം അവിടെ പലരോടും പറഞ്ഞത് എന്നാണ് വിനോദ് പറയുന്നത്. 2-3 തവണ കുടുംബ ഡോക്ടറെ വിളിച്ചിരുന്നു. അദ്ദേഹം ECG എടുക്കാൻ പറഞ്ഞിരുന്നു. അപ്പോഴൊന്നും ഞാൻ കാരണം ഷൂട്ടിങ്ങിന് ഭംഗം വരരുതെന്ന് കരുതി വൈകിട്ട് കാണിക്കാമെന്ന് അവൻ ഡോക്ടറോട് പറയുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അങ്ങനെ ഒരു കുറിപ്പിട്ടത്. ഇക്കാര്യം സിനിമ സെറ്റിലെ ആർക്കും അറിയില്ല. ആരോടും നവാസ് പറഞ്ഞിട്ടുമില്ല. പക്ഷേ എനിക്ക് കൃത്യമായ അറിവുണ്ട്. ഡോക്ടറും നൌഷാദും അക്കാര്യം പുറത്തു പറയാൻ തയ്യാറുമാണ് എന്നും വിനോദ് പറയുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. നിങ്ങൾ അങ്ങനെ പറഞ്ഞു കണ്ടപ്പോൾ പ്രയാസം തോന്നി. നവാസ് എൻ്റെ അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് ഷോ ചെയ്തിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. മറ്റ് ദുരൂഹതകളൊന്നും ഇതിലില്ലെന്നും ശബ്ദ സന്ദേശത്തിൽ വിനോദ് പറയുന്നുണ്ട്. എന്നാൽ വിനോദിന്റെ വിശദീകരണത്തിലും ദുരൂഹത ആരോപിക്കുകയാണ് സനൽകുമാർ. 2-3 തവണ ഡോക്ടറെ വിളിക്കാൻ തോന്നുന്ന തരത്തിൽ നവാസിന് നെഞ്ചുവേദന വന്നിട്ടും അത് സെറ്റിൽ ഉള്ള ആരോടും പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ് സനൽകുമാർ പറയുന്നത്. നവാസിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നും അത് ഒരു സാധാരണ രീതിയിലുള്ള മരണം ആണെന്ന് വരുത്തി തീർക്കാൻ ഷാഡോ വ്യക്തികൾ ശ്രമിച്ചു എന്നുമാണ് മനസ്സിലാക്കേണ്ടത് എന്നും സനൽകുമാർ ആരോപിക്കുന്നുണ്ട്.